എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. കാശ്മീർ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടാകും, അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞു. അതന്ന് ഈ പഴഞ്ചൊല്ലൻ ഉണ്ടായത് അന്നത്തെ ഏതോ CPM നേതാവിന്റെ വിദണ്ഡവാദം കേട്ടിട്ടായിരിക്കണം. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആ പഴഞ്ചൊല്ല് ഒന്നുകൂടെ റിവൈസ് ചെയ്യേണ്ടി വരും. അരി എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സഖാക്കന്മാർ പറയും അനിയത്തിപ്രാവ് നല്ല സിനിമ, കുഞ്ചാക്കോവൻ നല്ല നടനാന്ന് പറഞ്ഞു കളയും. അമ്മാതിരി വിവരക്കേടുകളല്ലേ ഇപ്പോൾ നമ്മളൊരു ചോദ്യം ഡയറക്റ്റായി ചോദിക്കുമ്പോൾ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ കിടന്ന് തീ തിന്ന കുറച്ചുകൂടെ തീ തിന്നുക, എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ, ഒന്ന് ആളി പടരട്ടെ. ഇപ്പോൾ ഞാൻ ആശങ്കപ്പെടുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ, ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ആളുടെ ഒരു ചോദ്യക്കടലാസ്, പരീക്ഷ എഴുതുമ്പോൾ ഒരു ചോദ്യക്കടലാസ്, അതിന്റെ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം ചെയ്യുന്ന അധ്യാപകന്റെ അവസ്ഥ എന്തായിരിക്കും? നല്ല സാമാന്യ വിജ്ഞാനമുള്ള ഒരുത്തനാണല്ലോ. നീയൊന്നും പഠിച്ചിട്ട് ഇന്ത്യ രാജ്യത്തിന് ഒരു കാര്യമില്ല. ഇന്ത്യയുടെ തലസ്ഥാനത്തെ പറ്റി ഒരു ചോദ്യം ചോദിച്ചാൽ ഇന്ത്യയുടെ തലസ്ഥാനം എന്താണെന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചന്ദ്രയാൻ പദ്ധതിയെ പറ്റി പറയുമായിരിക്കും. ആ രീതിയിലുള്ള മറുപടിയല്ല ഇവിടെ പറയുന്നത്. അപ്പൊ ഇവർ പറയുന്ന വാദം എന്താ? കേന്ദ്ര സർക്കാർ കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നു. അപ്പൊ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പൊ കേന്ദ്ര സർക്കാർ ഈ കേരളത്തിലെ സാധാരണ മനുഷ്യന്മാരെ പട്ടിണിക്കിടുകയാണ് എന്നിവർ സമ്മതിച്ചു. ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? ആ പട്ടിണിക്കിട്ടിരിക്കുന്ന സാധാരണ മനുഷ്യന്മാരെ, ആ പട്ടിണി കിടക്കുന്ന സാധാരണ മനുഷ്യന്മാരുടെ വയറ് വെട്ടി കുടലെടുത്ത് പുറത്തിടുന്ന സമീപനമല്ലേ ഇവർ കാണിക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി അദ്ദേഹം പറയുകയാണ് ഈ ഓണക്കാലം നല്ലതായിരുന്നു. ഓണക്കാലം അദ്ദേഹത്തിന് നല്ലതായിരിക്കും, ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും മന്ത്രിമാർക്കും പരിവാരങ്ങൾക്കും നല്ലതായിരിക്കും. പക്ഷെ നമ്മുടെ ഏറ്റവും ചുരുങ്ങിയത് KSRTC ജീവനക്കാർക്ക് നല്ലതല്ല എന്നുള്ളത് കൊണ്ടല്ലേ അവർ തിരുവോണ നാളിൽ ഇലയിൽ മണ്ണുവാരി തിന്നുന്ന ചിത്രം പങ്കുവെക്കേണ്ടി വരുന്നത്? സർക്കാരിന്റെ കാര്യം ഇവിടെ മിണ്ടി പോകരുത്, അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്. ഈ കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ ഭാവി അത്ര ശോഭനമല്ല എന്ന് അവർക്ക് തോന്നിയതുകൊണ്ടല്ലേ ഉണ്ണാവൃതവുമായി നിരവധി ലിസ്റ്റിൽ പേരുള്ള ആളുകൾ വന്നിരിക്കേണ്ടി വരുന്നത്? അത് നിന്റെ പാരമ്പര്യം, എനിക്കത് വലിയ ശീലമില്ല. ശരിയാ, നിനക്ക് മുങ്ങുന്ന ശീലമില്ല, മറ്റുള്ളവരെ മുക്കുന്ന ഏർപ്പാടേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ നെൽ കർഷകരടക്കമുള്ള കർഷക സമൂഹം, ആ കർഷക സമൂഹത്തിൽ നിന്നപ്പെട്ട ആളുകൾ അവിടെ വന്ന് പട്ടിണിക്കഞ്ഞി കുടിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയ ഒരു തിരുവോണത്തെ പറ്റിയിട്ടാണോ ഇവർ ഈ ഓണമെല്ലാം ഏറ്റവും മെച്ചമായിരുന്നു എന്ന് പറയുന്നത്? എല്ലാം പോട്ടെന്നേ, 88 ലക്ഷം ആളുകൾക്ക് ഓണക്കിറ്റ് കൊടുക്കുമെന്ന് ഇവർ തന്നെയാണ് പറഞ്ഞത്. അതായത് കേരളത്തിൽ ഓണക്കിറ്റ് കിട്ടേണ്ടുന്ന ആവശ്യമുള്ള ആളുകളുടെ എണ്ണം 88 ലക്ഷമാണ് എങ്കിൽ ആ 88 ലക്ഷത്തിൽ 6 ലക്ഷം ആളുകൾക്ക് മാത്രമാണ് സാർ ഓണക്കിറ്റ് കൊടുക്കുവാൻ കഴിഞ്ഞത് നിങ്ങളുടെ സർക്കാരിന്. തനി രാവണൻ 10 തലയായവന്. ബാക്കി 82 ലക്ഷം ആളുകളുടെയും ഓണം അത്ര ശോഭനമായിരുന്നില്ല. കാരണം അവർക്കൊന്നും മാസപ്പടി കിട്ടുന്ന ഒരു കമ്പനിയും എവിടെയും ബാംഗ്ലൂർ ആസ്ഥാനമായൊന്നും പ്രവർത്തിക്കുന്നില്ല സാർ. അതുകൊണ്ട് അവരുടെയൊക്കെ അവസ്ഥ വളരെ ശോചനീയം തന്നെയാണ്. ആ അവസ്ഥയുള്ള നമ്മുടെ നാട്ടിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരുടെ അവസ്ഥ വളരെ മോശമാണ് സാർ. എത്ര കാലമായിട്ട് നമ്മുടെ നാട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ട് അപ്രഖ്യാപിതമായ തൊഴിൽ നിയമന നിരോധനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരും അറിയത്തില്ല. ഇനിയിപ്പോ എന്തറിയാനാ, ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. നമ്മുടെ നാട്ടിലെ സാധാരണ കുട്ടികളെല്ലാം അവർ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു പരീക്ഷ എഴുതി കിട്ടിയ ജോലിയാണ് സാർ. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. അല്ലാതെ നിങ്ങളുടെ SFIയുടെ നേതാക്കന്മാരെ പോലെ ഒരു കോഴ്സിനും പഠിക്കാതെ ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച് ഏതെങ്കിലും എഡിറ്റിംഗ് അറിയാവുന്ന ഒരുത്തിനെ കൊണ്ട് സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചുകൊണ്ട് വന്നിട്ട് ആ സർട്ടിഫിക്കറ്റുമായി തൊഴിലിന് വേണ്ടി പോകുന്ന ആളുകളല്ല സാർ നമ്മുടെ നാട്ടിലെ യുവജന സമൂഹം. ഇപ്പോൾ എന്തായി? പള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? ആ ആളുകൾക്കിടയിലാണ് സാർ നിങ്ങൾ ഹെലികോപ്റ്റർ വാങ്ങുന്നത്. ഈ ഹെലികോപ്റ്റർ വാങ്ങുമ്പോൾ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചത് എന്താ? ഈ കേരളത്തിലെ സുരക്ഷാ കാരണങ്ങളാൽ ഞങ്ങൾക്കത് പറയാൻ കഴിയുന്നില്ല എന്ന്. എനിക്ക് വളരെ ആശങ്ക തോന്നി ശ്രീ ഹാഷ്മി. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. കാരണം ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോഴെങ്ങാനും ഇവിടെ വല്ല ബോംബ് സ്ഫോടനം വല്ലതും നടത്തി എനിക്കും എൻ്റെ മുന്നിലിരിക്കുന്ന ക്യാമറാമാനും വല്ലതും പരിക്ക് പറ്റുന്ന സാഹചര്യത്തിലാണോ ഈ ചർച്ച സംഘടിപ്പിക്കുന്ന കേരളമുള്ളതെന്ന് ഞാൻ ആശങ്കപ്പെടുകയാണ്. അല്ല, അങ്ങനെ ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂരിൽ 1 മണിക്കൂർ ഇടവേളയിൽ 2 പേർ നടു റോഡിൽ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് കുത്തിക്കൊല്ലുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. അതുവരെയൊക്കെ നമുക്കറിയാം. പക്ഷേ കേരളം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള തീവ്രവാദികളെല്ലാം സ്പോട്ട് ചെയ്തിരിക്കുന്ന ഒരു ഹോട്ട്സ്പോട്ട് ഏരിയ ആണ് എന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഹെലികോപ്റ്റർ ഉള്ളത് നന്നായി. ഈ ഹെലികോപ്റ്റർ ഉള്ളത് കൊണ്ട് അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന IS-ന്റെ കൊടും ഭീകരർ എന്തായാലും ഈ ഹെലികോപ്റ്ററിന്റെ ഇതിന്റെ ഈ ചിറകടി ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും ഓടി ഒളിച്ച് തിരിച്ച് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുമായിരിക്കും. അത്ര സങ്കീർണമായ സുരക്ഷാ പ്രശ്നമുള്ളത് കൊണ്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി എന്റെ സ്നേഹിതന് ഈ സുരക്ഷാ കാരണങ്ങളാൽ കാരണം പോലും വെളിപ്പെടുത്തുവാൻ കഴിയാതെ വരുന്നത്. എന്നെ സംശയിക്കരുത്,
എന്റെ പൊന്നു സ്നേഹിത, ഇതൊക്കെ അക്ഷരാഭ്യാസമുള്ള ഏത് സർട്ടിഫിക്കറ്റ് മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന മലയാളികളല്ല. അതല്ല എങ്കിൽ പരീക്ഷ എഴുതാത്ത പരീക്ഷയുടെ പാസ് മാർക്ക് വാങ്ങിച്ചിരിക്കുന്ന സാധാരണ ആളുകളെ പറ്റിയിട്ടല്ല പറയുന്നത്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. നമ്മുടെ നാട്ടിലെ സാധാരണ മലയാളികൾ അവർ ഈ വാദമെല്ലാം കേൾക്കുന്നുണ്ട്, അവർ നിങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കാരുണ്യ പദ്ധതിക്ക് കൊടുക്കുവാൻ നിങ്ങളുടെ പണമില്ല. നമ്മുടെ നാട്ടിലെ KSRTC ജീവനക്കാർക്ക് കൊടുക്കുവാൻ നിങ്ങൾക്ക് ശമ്പളമില്ല, പെൻഷനില്ല. ഞാൻ കടിച്ചു പിടിച്ച് ക്ഷമിച്ച് ജീവിക്കണം. എൻഡോസൾഫാൻ വിക്ടിംസിന് കൊടുക്കുവാൻ അവർക്ക് കൊടുക്കുന്ന വളരെ തുച്ഛമായ പണമില്ല. ഇന്ന് എന്നെ ഒരു പ്രഥമാധ്യാപകൻ വിളിക്കുകയാണ്. അദ്ദേഹം വിളിച്ചിട്ട് പറയുന്നു, ഉച്ചക്കഞ്ഞി വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുട്ടിക്ക് കൊടുത്തിരിക്കുന്ന വിഹിതം വളരെ തുച്ഛമാണ്, അതുപോലും കൃത്യമായി കൊടുക്കുന്നില്ല എന്ന് ഇന്നൊരു പ്രഥമാധ്യാപകൻ എന്നെ വിളിച്ചു പറഞ്ഞിട്ടേ ഉള്ളൂ. ഇതടക്കമുള്ള പശ്ചാത്തലവും സാഹചര്യവും ഈ കേരളത്തിലുള്ളപ്പോ അടുത്ത മാസം ശമ്പളം കൊടുക്കുന്നത് എങ്ങനെയെന്ന് ധനകാര്യമന്ത്രി ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഹെലികോപ്റ്ററും കൂടി ഇങ്ങനെ പറന്ന് കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സാർ അതിന്റെ യൂട്ടിലിറ്റി പെർസെന്റേജ്? ഇനി മെറിറ്റിൽ സംസാരിക്കാം. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, ദുരന്തങ്ങളെ നേരിടുവാൻ വേണ്ടിയിട്ടാണ് ഈ ഹെലികോപ്റ്റർ എന്ന്. ദുരന്തങ്ങളെ നേരിടാൻ വേണ്ടിയിട്ടല്ല ഇടതുപക്ഷത്തിന്റെ സ്നേഹിത ഈ ഹെലികോപ്റ്റർ. ഈ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ദുരന്തങ്ങൾ സമ്മാനിക്കുന്ന ഒരാൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹെലികോപ്റ്റർ. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. ഇനി അതിന്റെ ടെക്നിക്കലായി തന്നെ, അതിന്റെ ടെക്നിക്കാലിറ്റി നിന്നുകൊണ്ട് തന്നെ അതിന്റെ വയബിലിറ്റി അടക്കം വെച്ചിട്ട് നമുക്കൊരു ചർച്ചയാകാം. എന്താണ് കേരളം പോലെ ചെറിയ സംസ്ഥാനത്തിനകത്ത് ഹെലികോപ്റ്ററിന്റെ പശ്ചാത്തലം? ഇവിടുത്തെ ഒരൊറ്റ രോമം പറിക്കാൻ അയാളെ കൊണ്ട് പറ്റുമോ? കണ്ടിട്ട് അയാൾ മൂടോടെ പറിക്കുന്ന ലക്ഷണം. കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ സംസ്ഥാനമാണ്. കേരളത്തിലെ 14 ജില്ലകളും ഈസിലി അപ്രോച്ചബിൾ ആയിട്ടുള്ള ജില്ലകളാണ്. ഇനി അതിൽ ഏറ്റവും വടക്കേറ്റ് നിൽക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് മുഖ്യമന്ത്രി നിയന്ത്രിക്കുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് കണ്ണൂരിൽ പോകണം, അല്ലെങ്കിൽ കാസർഗോഡ് പോകണം. കണ്ണൂരിലും കാസർഗോഡും പോകാനായിട്ട് കാസർഗോഡ് പോകണമെങ്കിൽ ഒന്ന് മംഗലാപുരം എയർപോർട്ട് ഉണ്ട്. കണ്ണൂരും കാസർഗോഡും വയനാട് കവർ ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള കണ്ണൂർ എയർപോർട്ട് നമ്മുടെ നാട്ടിലുണ്ട്. ഇനി കോഴിക്കോടും മലപ്പുറവും പോകണമെങ്കിൽ നമ്മുടെ കരിപ്പൂർ വിമാനത്താവളമുണ്ട്. തൃശ്ശൂർ പോകണമെങ്കിൽ, എറണാകുളം പോകണമെങ്കിൽ, ഇടുക്കിയിൽ പോകണമെങ്കിൽ എറണാകുളത്ത് എയർപോർട്ട് ഉണ്ട്. അവൻ പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ശരിയല്ലേ? പാലക്കാട് പോകണമെങ്കിൽ കോയമ്പത്തൂരിൽ എയർപോർട്ട് ഉണ്ട്. ഇനിയും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും കൊല്ലത്തും പോകണമെങ്കിൽ തിരുവനന്തപുരം എയർപോർട്ട് ഉണ്ട്. ഇവിടെയൊക്കെ ഫ്ലൈറ്റ് സർവീസുകളുണ്ട്. സന്തോഷായി, നല്ല സന്തോഷമായി. അതെല്ലാം ഉള്ളപ്പോ ഫ്ലൈറ്റ് സർവീസിൽ 1000, 3000, 4000 രൂപ കൊടുത്താൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാം, സമയം ലാഭിക്കാം എന്നിരിക്കെ ആരുടെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് സാർ? നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ, നിങ്ങൾ ഈ ക്ലിഫ് ഹൗസിന്റെ പരിസരത്ത് പാർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഈ ഒരു വർഷം 12 കോടി രൂപയെങ്കിലും മിനിമം വേണ്ടുന്ന ഈ ഹെലികോപ്റ്റർ ആർക്കു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മറുപടി പറയണം സാർ. തന്നു, കിട്ടിയല്ല, കിട്ടി, ഓക്കെ. ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.